Hello everyone and welcome back. In our last video, we talked all about the nominative and accusative cases in German. We saw how the nominative is the subject, the one doing the action, and the accusative is the direct object, the one receiving the action. But what happens when an action isn't just happening to one thing? What about when someone is receiving something from someone else? That's where the dative case comes in. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ നോമിനാറ്റീവിനെയും അക്വസാറ്റീവിനെയും കുറിച്ചാണ് സംസാരിച്ചത്. ഒരു പ്രവൃത്തി ചെയ്യുന്ന സബ്ജക്റ്റാണ് നോമിനാറ്റീവ് എന്നും ആ പ്രവൃത്തി സ്വീകരിക്കുന്ന ഡയറക്റ്റ് ഒബ്ജക്റ്റാണ് അക്വസാറ്റീവ് എന്നും നമ്മൾ മനസ്സിലാക്കി. എന്നാൽ ഒരു പ്രവൃത്തി ഒരു കാര്യത്തിൽ മാത്രം ഒതുക്കാത്ത സാഹചര്യത്തിൽ എന്ത് സംഭവിക്കും? ഒരാൾക്ക് മറ്റൊരാളിൽ നിന്ന് എന്തെങ്കിലും ലഭിക്കുമ്പോൾ എന്ത് ചെയ്യണം? അവിടെയാണ് ഡാറ്റീവ് കേസിൻ്റെ പ്രാധാന്യം. വാട്ട് ഈസ് ഡാറ്റീവ് കേസ്? The dative case is all about the indirect object. It shows who or what is on the receiving end of an action, or to whom or for whom something is happening. Think of it as the to or for case. It's a fundamental part of German grammar, and once you get the hang of it, and you will see how it makes sentences flow much more naturally. ഡാറ്റീവ് കേസ് എന്നത് ഇൻഡയറക്റ്റ് ഒബ്ജക്റ്റിനെ കുറിച്ചാണ്. ഒരു പ്രവൃത്തി ലഭിക്കുന്ന ഭാഗത്തുള്ള ആളെ അല്ലെങ്കിൽ വസ്തുവിനെ ഇത് കാണിക്കുന്നു. അഥവാ ആർക്കാണ് അല്ലെങ്കിൽ ആർക്ക് വേണ്ടിയാണ് ഒരു കാര്യം സംഭവിക്കുന്നത് ഇത് സൂചിപ്പിക്കുന്നു. ആർക്ക് അല്ലെങ്കിൽ ആർക്കു വേണ്ടി എന്നതിനെയാണ് ഇത് പ്രതിനിധീകരിക്കുന്നത്. ജർമ്മൻ കേസസിലെ ഒരു പ്രധാന ഭാഗമാണ് ഡാറ്റീവ് കേസ്. Understanding the dative case. The easiest way to think about the dative is to remember the question it answers. To whom or for whom. Let's use a simple sentence to illustrate this. In English, we might say, I give the book to my friend. I is the subject, the nominative case. The book is the direct object, accusative case, the thing being given. And my friend is the indirect object, the dative case, the person receiving the book. Now, let's look at the German version. Ich gebe dem Freund das Buch. Here, ich is the nominative case. And this book is accusative and dem Freund is in dative case because the friend is the one receiving the book. Notice how the article der changes to them in the dative case. This is one of the most important thing to learn about the dative, the article change. ഡാറ്റീവ് കേസിനെ കുറിച്ച് മനസ്സിലാക്കാനുള്ള എളുപ്പ വഴി എന്ന് അത് ഉത്തരം നൽകുന്ന ചോദ്യം ഓർമ്മിക്കുക എന്നാണ്. ആർക്ക് അല്ലെങ്കിൽ ആർക്ക് വേണ്ടി? ഇംഗ്ലീഷിൽ ഐ ഗീവ് ദ ബുക്ക് ടു മൈ ഫ്രണ്ട്. ഞാൻ എൻ്റെ സുഹൃത്തിന് പുസ്തകം കൊടുക്കുന്നു. ഇവിടെ ഐ എന്നത് സബ്ജക്റ്റാണ്, നോമിനാറ്റീവ് കേസ്. പ്രവൃത്തി ചെയ്യുന്ന വ്യക്തിയാണ് നമ്മൾ നോമിനാറ്റീവ് കേസിൽ സൂചിപ്പിക്കുന്നത്, അതായത് സബ്ജക്റ്റിനെ. ഇവിടെ പ്രവൃത്തി ചെയ്യുന്നത് ഞാനാണ്, ഞാനാണ് പുസ്തകം കൊടുക്കുന്നത്. സോ ഐ എന്തായി? നോമിനാറ്റീവ് കേസിലായി. ദ ബുക്ക് എന്നത് ഡിറക്റ്റ് ഒബ്ജക്റ്റാണ്. കൊടുക്കപ്പെടുന്ന വസ്തു അക്വസാറ്റീവ് കേസിലാണ്. സോ ബുക്കാണ് കൊടുക്കുന്നത്, ബുക്ക് എന്താണ്? അക്വസാറ്റീവ് കേസിലാണ്. അതേപോലെ മൈ ഫ്രണ്ട് എന്നാണ് ഇവിടുത്തെ ഇൻഡയറക്റ്റ് ഒബ്ജക്റ്റ്. കാരണം പുസ്തകം സ്വീകരിക്കുന്ന വ്യക്തി മൈ ഫ്രണ്ടാണ്. ആർക്ക് വേണ്ടിയാണ് പുസ്തകം കൊടുക്കുന്നത്? ഫ്രണ്ടിന് വേണ്ടി. ആർക്ക് വേണ്ടിയാണോ പ്രവൃത്തി ചെയ്യുന്നത് അതാണ് ഡാറ്റീവ് കേസ്. ഇനി ജർമ്മനിലാണെങ്കിൽ ഇതെങ്ങനെ പറയും? ഇഷ് ഗേബെ ദേം ഫ്രോം ദസ് ബുക്ക്. ഇവിടെ ഇഷ് ആണ് നോമിനാറ്റീവ് കേസ്, ദസ് ബുക്ക് അക്വസാറ്റീവ്. ആൻഡ് സുഹൃത്ത് പുസ്തകം സ്വീകരിക്കുന്നതിനാൽ ദേം ഫ്രോയിൻ്റെ ഡാറ്റീവ് കേസാണ്. ഇവിടെ ദർ ഫ്രണ്ട് എന്നത് ദേം ഫ്രണ്ട് ആകുന്നു. ഡാറ്റീവ് കേസ് പഠിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ആർട്ടിക്കിൾ ചേഞ്ച്. The dative article changes. Just like with the nominative and accusative, the article changes in the dative case. Let's go through them one by one. For masculine nouns like der Mann, the article changes from der to den. I give the letter to the man. It becomes ich gebe dem Mann den Brief. For feminine nouns like die Frau, the article changes from die to der. For example, I give the keys to the woman. It becomes ich gebe der Frau die Schlüssel. For neutral nouns like das Kind, the article changes from das to dem. For example, I read a story to the child and it becomes ich lese dem Kind eine Geschichte. For plural nouns like die Kinder, the article changes from die to den. But there is a crucial rule. You also add an n to the end of the noun unless it already ends in s or n. For example,
I give the gifts to the children. It becomes Ich gebe den Kindern die Geschenk. A quick recap: masculine der to them, feminine die to der, neutral des to them, and plural die to them, and add an n to the noun. നോമിനാറ്റീവിലും അക്വസാറ്റീവിലെയും പോലെ തന്നെ ഡാറ്റീവ് കേസിലും ആർട്ടിക്കിൾസിന് മാറ്റം വരുന്നു. മസ്കുലിൻ ദർ മാൻ പോലുള്ള ആർട്ടിക്കിൾ ദേമായി മാറുന്നു. അതുപോലെ തന്നെ ഫെമിനിൻ ദി ഫ്രൗ ദർ ആയി മാറുന്നു. ന്യൂട്രൽ നൗണുകളായ ദ സ്കിൻഡ് പോലെയുള്ളവ ദേമായി മാറുന്നു. പ്ലൂറൽ ദി കിൻഡർ. ഇവിടെ ഒരു പ്രത്യേക കാര്യം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ നൗണിൻ്റെ അവസാനം എസ് അല്ലെങ്കിൽ എന്നിലല്ല അവസാനിക്കുന്നതെങ്കിൽ അതിൻ്റെ കൂടെ ഒരു എൻ ആഡ് ചെയ്യണം. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം നൗൺ പ്ലൂറൽ നൗൺ എൻഡ് ചെയ്യുന്നത് എസ്സിലോ എന്നിലോ അല്ല എന്നുണ്ടെങ്കിൽ ഒരു എൻ കൂടെ ആഡ് ചെയ്യണം. ഫോർ എക്സാമ്പിൾ, ഞാൻ കുട്ടികൾക്ക് സമ്മാനം കൊടുക്കുന്നു. ഇവിടെ ജർമ്മനിയിൽ കുട്ടികൾ എന്നത് ദി കിൻഡർ ആണ്. ദി കിൻഡർ ദി കിൻഡർ എന്ന് പറയുന്ന നൗൺ അവസാനിക്കുന്നത് എന്നിലോ എസ്സിലല്ല, അതുകൊണ്ട് തന്നെ ആറിലാണ് അവസാനിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളൊരു എക്സ്ട്രാ എൻ ഇവിടെ ആഡ് ചെയ്യണം. ഇഷ് കേബെ ദേൻ കിൻഡേൺ ദി ഗഷങ്ക്. ദേൻ കിൻഡർ എന്നുള്ളത് ദേൻ കിൻഡേണായി മാറുന്നു. മസ്കുലിൻ ദർ ടു ദേം, ഫെമിനിൻ ദി ടു ദർ, ന്യൂട്രൽ ദസ് ടു ദേം, പ്ലൂറൽ ദി ടു ദേം. നാമത്തിൻ്റെ കൂടെ, അതായത് നൗണിൻ്റെ കൂടെ ഒരു എന്നു കൂടി ചേർക്കുക. And that's the dative case. This is the most crucial part of understanding the case. By focusing on how the articles change, you have grasped the fundamental principle of the dative. This isn't the end of our journey though. We have just opened the door. In our next class, we will dive deeper into the other circumstance where we use the dative, such as with specific prepositions that always trigger the dative case, and number of common verbs that require a dative object. So take some time to review the article changes we covered today and practice using them in simple sentences. The more you use them, the more natural they feel. Thanks for watching, and I will see you next time.